വരുമാന പരിധിയിൽ കുടുങ്ങി സാമൂഹ്യനീതി വകുപ്പിന്റെ സ്നേഹപൂർവ്വം പദ്ധതി പ്രകാരമുള്ള സഹായധനത്തിന് അപേക്ഷിക്കാനാകാതെ വിദ്യാർത്ഥികൾ. രക്ഷിതാക്കളിൽ ഒരാൾ മരിച്ച കുട്ടികൾക്കാണ് സ്നേഹപൂർവ്വം പദ്ധതി പ്രകാരം സഹായം ലഭിക്കുക. കുടുംബ വാർഷിക വരുമാന പരിധിയിലെ സാക്ഷ്യപത്രമാണ് വിദ്യാർത്ഥികൾക്ക് വിനയാകുന്നത്. APL വിഭാഗത്തിലുള്ളവരും കുടുംബ വാർഷിക വരുമാനം ഗ്രാമപ്രദേശങ്ങളിൽ 20,000 രൂപയ്ക്കും നഗരങ്ങളിൽ 22,000 രൂപയ്ക്കും താഴെയുള്ളവർക്ക് സ്നേഹപൂർവ്വം പദ്ധതി പ്രകാരമുള്ള സഹായധനത്തിന് അപേക്ഷിക്കാം. എന്നാൽ ജീവിച്ചിരിക്കുന്ന രക്ഷിതാവിന് വിധവാ പെൻഷനോ അതുപോലുള്ള മറ്റ് ക്ഷേമ പെൻഷനോ ലഭിക്കുന്നുണ്ടെങ്കിൽ വാർഷിക വരുമാനം ഇതിൽ കൂടുതലാകും. അതോടെ ഇവർക്ക് അപേക്ഷിക്കാനാകാത്ത സ്ഥിതിയാണ്. നിലവിൽ ക്ഷേമ പെൻഷൻ തുക മാസം 2,000 രൂപയാണ്. ഏതെങ്കിലും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ വാർഷിക വരുമാനം 24,000 രൂപയാകും. സ്നേഹപൂർവ്വം പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നിശ്ചയിച്ചിട്ടുള്ള കുടുംബ വാർഷിക വരുമാനം ഇതിൽ താഴെയായതിനാൽ ഇവർക്കൊന്നും വില്ലേജ് ഓഫീസിൽ നിന്ന് ഇതനുസരിച്ചുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. ഇതോടെ ഈ വിഭാഗത്തിൽപ്പെടുന്ന പാതിയിലധികം പേർക്കും അപേക്ഷിക്കാനാകില്ല. വരുമാനം നോക്കാതെ സഹായധനം അനുവദിക്കുകയോ കുടുംബ വാർഷിക വരുമാനം പരിധി ഉയർത്തുകയോ ചെയ്താലേ പ്രശ്നത്തിന് പരിഹാരമാകൂ. രക്ഷിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെടുകയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് വലിയ ആശ്വാസമാണ് സ്നേഹപൂർവ്വം പദ്ധതി. 5 വയസ്സിൽ താഴെയുള്ളവർക്കും 1-ാം ക്ലാസ് മുതൽ ബിരുദത്തിന് വരെ പഠിക്കുന്നവർക്കും ഇത് ലഭിക്കും. 5-ാം ക്ലാസ് വരെയുള്ളവർക്ക് മാസം 300 രൂപയും 6 മുതൽ 10 വരെയുള്ളവർക്ക് 500 രൂപയും 11-12 ക്ലാസുകളിൽ ഉള്ളവർക്ക് 750 രൂപയും പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെ ബിരുദ കോഴ്സുകളിൽ പഠിക്കുന്നവർക്ക് 1000 രൂപയുമാണ് സഹായധനമായി ലഭിക്കുക. മീഡിയ ടൈം, മാള.